ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയതും ആ രൂപ അങ്ങനെ തന്നെ നിൽക്കുന്നു. ഞങ്ങൾ 3 പേരും നിന്ന് അനങ്ങാൻ തുടങ്ങി, വിറയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് എന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ആകെ ഒരു വെപ്രാളമായി. പാമ്പിൻ്റെ രൂപമുള്ള കല്ലുകൾ, കുറെ കുങ്കുമം, അവിടെയാണ് കാറും കൊണ്ട് നിർത്തിയേക്കണത് കാട്ടിനകത്ത്. സ്പിരിച്വാലിറ്റി അത്ര ഹൈയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എനർജികളൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ലേ? എന്നെ അഫക്റ്റ് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്, അതിന് വലിയ ഡയമെൻഷനുള്ള സാധനങ്ങളാണ്. ഉദാഹരണത്തിന് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൊച്ചു പിള്ളേരെ വിളിച്ചിട്ട് മക്കളുണ്ടാകുന്നത് എങ്ങനെ എന്ന് പഠിപ്പിച്ചു കൊടുത്ത പിള്ളേർ എന്തിരിക്കും. ഇതേപോലെ അറിയേണ്ട സമയത്ത് അറിയേണ്ടതായി വെച്ചിരുന്ന പല രഹസ്യങ്ങളും ഈ നെഗറ്റീവ് ശക്തികൾ വന്ന് മനുഷ്യർക്ക് നേരത്തെ അങ്ങ് പഠിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഈ 3 ഡയമെൻഷനിലുള്ള രഹസ്യങ്ങളെ മാക്സിമം ആയി കഴിയുമ്പോൾ മനുഷ്യൻ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അടുത്ത ഗ്രഹങ്ങളിലേക്ക് എത്തുന്ന ലെവലിലേക്ക് അവൻ ടെക്നോളജി വികസിപ്പിക്കും. ഇതിങ്ങനെ ജസ്റ്റ് ഒരഞ്ഞൊരഞ്ഞില്ല. ഒരു മനുഷ്യനാണോ വരണവരവണ്ട് എന്തായാലും എടുത്തിട്ട് കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഇടിച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ ഇടിക്കുകയൊന്നുമില്ല, അവൻ നല്ല എക്സ്പെർട്ട് ഡ്രൈവറാണ്, അങ്ങനെ അവൻ ഡ്രൈവിംഗ് പിള്ളേരെയൊക്കെ ട്രെയിൻ ചെയ്യാനൊക്കെ പോകണവനാണ്, അങ്ങനെ ഇടിക്കുകയൊന്നുമില്ല, ഒരഞ്ഞൊരഞ്ഞില്ലാത്തൊരു പോക്കുണ്ട്, മിക്കവാറും ഈ കിളവ് എടുത്തിട്ട് ഓർണം നോക്കിയൊന്നു പറഞ്ഞു. അന്നും കണ്ടില്ല, അത് അങ്ങനെ തന്നെ നിൽക്കണം, തലയൊരു സൈഡ് ചരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ തന്നെ നിൽക്കണം. അങ്ങനെ നിർത്തി സ്പീഡിൽ കൊണ്ട് പോയിട്ട് വണ്ടി ചവിട്ടി നിർത്തിയിട്ട് ഞങ്ങൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയതും ആ രൂപ അങ്ങനെ തന്നെ നിൽക്കണം. ഞങ്ങൾ 3 പേരും നിന്ന് അനങ്ങാൻ തുടങ്ങി, വിറയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് എന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ആകെ ഒരു വെപ്രാളമായിപ്പോയി. നേരെ ആ റിസോർട്ടിൽ പോയിട്ട് ആ ഡോക്ടർ അവിടെ നിന്ന്, ഡോക്ടർ റിസോർട്ടിൽ നിൽക്കണം, അത് അറേഞ്ച് ചെയ്തിട്ട് രാവിലെ അവിടെ നിന്ന് കസ്റ്റമേഴ്സ് വരും. ഞങ്ങൾ 2 പേരും തിരിച്ച് വണ്ടിയും കൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. ഈ വഴി വരാതെ നമുക്ക് പേടി, ഈ ഗേരി അവിടെ വഴി നിൽക്കണമെങ്കില ഈ രൂപം. അപ്പം ഞങ്ങൾ പറഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് വിളിച്ച് വേറെ ഏതെങ്കിലും വഴിയുണ്ടോ. അപ്പോൾ ആ റിസോർട്ടിലുള്ള അവിടെ ഉറക്കൊഴിഞ്ഞ് വരുത്ത ഒരു പയ്യരിപ്പുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞാൽ രാത്രി വരുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ മെനക്കെട്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ 2-2:30-3 മണിയൊക്കെ ആവും ആ സമയം. അപ്പോൾ പറഞ്ഞ് വേറൊരു വഴിയുണ്ട്, നിങ്ങളതിൽ ചുറ്റി പോകണം, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, കൊല്ലം എന്നൊക്കെയുള്ള ബോർഡിൽ കാണാം, ബോർഡ് നോക്കി പോയാൽ മതിയെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അതുവഴി പോയി. ഭയങ്കര ഇരുട്ട്, കാട്, വണ്ടി നിന്ന് പോകാനുള്ള സ്ഥലം ഇല്ല ശരിക്കും പറഞ്ഞാൽ, നടപ്പാതെ പോലത്തെ സ്ഥലമാണ്. കല്ലിക്കൂടെയൊക്കെ ചാടി അവസാനം ഒരു വെടി, ടയർ പൊട്ടി, ഒറ്റ മനുഷ്യരില്ല, ലൈറ്റില്ല, ഒന്നുമില്ല കാട്ടിൽ. വെടിയും പൊട്ടി, വണ്ടി ഓഫ്. വണ്ടീനെ ഫ്രണ്ട് ലൈറ്റ് ഓഫായതും കാറിൻ്റെ ലൈറ്റ് ഉണ്ട്, ഇത് ജസ്റ്റ് ഒന്ന് ഓഫാക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടോ മനുഷ്യരുണ്ടെന്ന് അറിയുള്ളൂ, അത്ര ഇരുട്ട്. അത് കാടുമാണ്, അപ്പോൾ നല്ല ഇരുട്ടുമാണ്, നില വല്ലതും ഉണ്ടെങ്കിൽ പോലും കിട്ടിയാൽ ഇതൊന്നുമില്ല, ഫുൾ മരങ്ങൾ എൻ്റെ. അവസരം വണ്ടി ടയറും പൊട്ടിയിട്ട് നീ സ്റ്റെപ്പിന് വെച്ചിട്ട് അടുത്ത ടയറുണ്ട് വേറെ, അടുത്ത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഇതില്ല, ജാക്കിയില്ല, അതെടുക്കാൻ വിട്ടുപോയി. ടയറുണ്ട് മാറ്റാൻ. അവസാനം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് അപ്പുറത്ത് വിടുന്നെങ്കിലും 2-3 കല്ല ഉരുട്ടി വെച്ച് കാർ നമുക്ക് നമ്മളോട് പൊക്കിയ കല്ലിൻ്റെ മണ്ടയിൽ വെച്ച് ടയർ മാറ്റാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് അന്ന് ഒരു ചെറിയ ടോർച്ചേ ഉള്ളൂ, മൊബൈലില്ല. അവൻ്റെ കയ്യിലൊരു മൊബൈലുണ്ട്, പഴയ മൊബൈൽ, ലൈറ്റ് അടിക്കണം. എൻ്റെ കയ്യിലും അതേ ടോർച്ചൊക്കെ ഉള്ളൂ, അപ്പോഴും ആ മൊബൈലേ ഉള്ളൂ. അത് വെച്ച് ഇങ്ങനെ പെൻ ടോർച്ച് പോലെ ഇങ്ങനെ അടിക്കുന്നു, അടിച്ച് 2-3 കല്ല്. അപ്പോൾ നോക്കിയപ്പോൾ ഒരിടത്ത് കുറേ കല്ലുകളൊക്കെ ഇരിപ്പുണ്ട്. അവിടെ നിന്ന് കല്ലൊക്കെ ഇങ്ങനെ പതുക്കെ അനക്കി ഉരുട്ടി കൊണ്ടുവന്ന് കാറിൻ്റെ അടിയിൽ കയറ്റിയപ്പോഴത്തേക്കും ഒരാളുടെ ലൈറ്റ് പോയി. പിന്നെ എന്ത് മാത്രം കഷ്ടിച്ചുണ്ട്, അത് മാത്രം വെച്ച് അടിച്ച് കാറിങ്ങനെ പൊക്കി കല്ലിൻ്റെ മണ്ടയിൽ വെച്ച് നമ്മൾ ടയർ മാറ്റി രക്ഷപ്പെട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചിങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ നിൽക്കണത് ഈ പാമ്പിൻ്റെ പടം, പാമ്പിൻ്റെ രൂപമുള്ള കല്ലുകൾ, കുറേ കുങ്കുമം, അവിടെയാണ് കാറും കൊണ്ട് നിർത്തിയേക്കണത് കാട്ടിനകത്ത്. ആരോ പ്രാർത്ഥിച്ചിട്ട് എന്തോ മൂർത്തികളെയൊക്കെ ആരാധിച്ചിട്ട് ഏതോ സ്ഥലം, അതിരുന്ന കല്ലാണ് കുത്തിയിളക്കിക്കൊണ്ടുവന്ന് കാറിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചത്. എന്നിട്ട് എന്താ സംഭവിച്ചു? അവിടുത്തെ പേടി എന്ത് സംഭവിക്കുക, വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് അപ്പോഴത്തേക്ക് അവൻ കരച്ചിൽ തുടങ്ങി. അവൻ പക്ക ഒരു ഹൈന്ദവ ചിന്തയിലുള്ള ഒരുത്തനാണ്, ഭയങ്കര അമ്പലത്തിലൊക്കെ പോണവനാണ്. അപ്പോൾ അവൻ പറയും, ഇനി നമുക്ക് കോപം കിട്ടുമോ? അപ്പോൾ ഞാൻ പറയും, എന്ത് കോപം, ചുമ്മേടാ, പേടിക്കാൻ, നീർന്ന് വിഷമിക്കണേ, നമ്മൾ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് ആ കല്ല് പതുക്കെ ഉരുട്ടി അങ്ങോട്ടിട്ട് തെട്ടിട്ട് അത് കുറേ കുങ്കുമവും എന്തൊക്കെയൊക്കെ ഇരിപ്പുണ്ട്. ഇതൊന്നും ഈ ടോർച്ച് വെട്ടത്തിൽ കണ്ടില്ല. കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഇങ്ങനെ അടിച്ചിട്ട് വണ്ടി ഇങ്ങനെ തിരിച്ചപ്പോഴാണ് ഇത്രയും സാധനങ്ങളും മാതൂതും ഒക്കെ എടുത്ത് വെച്ച് കുറേ കല്ലുകളും ഒക്കെ ഇങ്ങനെ അടുക്കി എല്ലാം കുങ്കുമങ്ങളും പല രൂപങ്ങൾ ഒക്കെ വെച്ച് എടുത്ത് പേടിച്ച് വരേണ്ട ഒരൊറ്റ പോക്കങ്ങ് പോയി. ഇങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ 2 സാധനമാണ്, ഒന്ന് ഇങ്ങനൊരു അബദ്ധവും മറ്റൊന്ന് ഇങ്ങനൊരു രൂപവും. അല്ല, ഈ രൂപത്തെ പിന്നീട് ആരാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ നേരെ തിരുവനന്തപുരത്ത് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഇനി എന്ത് മനസ്സിലാക്കായി, എന്ത് അല്ല, അതായത് കുറേ നാളത്തേക്ക് നമ്മൾ കാണുമ്പോൾ ഇത് പറയും, എന്നാൽ ആ രൂപം ആരായിരിക്കും, എന്തായിരിക്കും, അതൊന്ന് പോയാണോ, ഇങ്ങനെ സംശയങ്ങൾ പറയുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള രൂപങ്ങളെ കാണാറുണ്ടോ?
ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഇങ്ങനെയുള്ള രൂപങ്ങളെ കാണുന്നില്ല. ഇപ്പം ഞാൻ ദൈവത്തിൽ ചോദിക്കുന്നത് ഇത് ഒരുപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനൊക്കെ എൻ്റെ സ്കൂൾ കാലമൊക്കെ കഴിഞ്ഞ സമയത്ത് എൻ്റെ ഈ പല്ലിൻ്റെ പഠിക്കുന്ന ആ സമയത്തൊക്കെ ഞാൻ രാത്രിയൊക്കെ വീട്ടിലൊക്കെ വരും. അവിടെ ഹോസ്റ്റലിലൊക്കെ പൈമാരുടെ കൂടെയൊക്കെ ഇരുന്ന് സംസാരിക്കുകയും ഇതുവരെ ബീറൊക്കെ കുടിച്ചും ഒക്കെ വീട്ടിലൊക്കെ വരും രാത്രി. അപ്പോൾ ഈ രാത്രി വരുമ്പം ഞാൻ ആലോചിക്കും, ഇങ്ങനെയുള്ള ഈ മാടൻ മറുത ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി വല്ലതും കണ്ടാലോ എന്നും പറഞ്ഞ് രാത്രി 10 മണി 11 മണി സമയത്തൊക്കെ ചിലപ്പോൾ ഞാൻ നാളെ വരുള്ളൂ എന്നൊക്കെ വീട്ടിൽ പറഞ്ഞിട്ട് ഒറ്റയ്ക്കൊക്കെ പോയി ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി ഇരുട്ടത്ത് ഇങ്ങനെ നോക്കി നിൽക്കും. ഗോസ്റ്റ് എന്തെങ്കിലും കാണണമെങ്കിലാ കാര്യം വലിയ മാടൻ മറുത എന്നൊക്കെ പറഞ്ഞ് യക്ഷി എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതി ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലേ അമ്പലത്തിൻ്റെ അകത്തൊക്കെ. അപ്പം ഞാൻ അതിൻ്റെ വെളിയിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കും, എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി അങ്ങനെ ആഗ്രഹിച്ച് നടക്കുമായിരുന്നു. ഒരു ലെവല് കഴിഞ്ഞപ്പം ഈ കാഴ്ചകളായിരുന്നു. പക്ഷേ ഇപ്പം ഒന്നും കാണുന്നില്ല. ഈ കുറച്ച് നാൾ ഒരു 6-7 വർഷത്തിനകത്തൊന്നും കാണുന്നില്ല. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചത് ഇതൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ശക്തികൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്തിട്ട് വരുന്നില്ല, അടുത്തേക്ക് വരുന്നില്ല. വന്നാലല്ലേ കാണാൻ പറ്റൂ. വരുന്നില്ല, വന്നാൽ കാണാം, പക്ഷേ വരുന്നില്ല. ഞാൻ ഉള്ള സ്ഥലം നോക്കി പോയാൽ തന്നെ അത് അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോകുന്നു എന്നാണ് കിട്ടുന്നത്. എനിക്ക് അറിഞ്ഞൂടെ ശരിക്കും. ഇപ്പം ഈ ആത്മീയ കാര്യങ്ങളൊക്കെ പബ്ലിക്കിലായിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് പല ആൾക്കാരും പറയുന്നത് ഭയങ്കര വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയുന്നതെന്ന് പലരും പറയുന്നു. അപ്പോൾ ഈ വ്യത്യസ്തമായ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്ന ആ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള സാധനങ്ങൾ വരാത്തത്. സ്പിരിച്വാലിറ്റി അത്ര ഹൈയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എനർജികളൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ലേ? എന്നെ അഫക്റ്റ് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്. അതെന്താ? അതിന് വലിയ ഡയമെൻഷനുള്ള സാധനങ്ങളാണ്. അതെങ്ങനെയാണ് ആ ശക്തി? അത് പവറായിട്ടാണ് അനുഭവിക്കുന്നത്, ഈ രൂപങ്ങളിലല്ല. പിന്നെ ആ രൂപമില്ല, ആ എനർജിയാണ്, ഫീൽ ചെയ്യാം. എങ്ങനെയായിരിക്കും ആ ഫീൽ ചെയ്യുമ്പോൾ? ചിലപ്പോൾ ശരീരവേദന പോലെ അനുഭവിക്കും, തല ഇങ്ങനെ ഒക്കി പിടിക്കും, ചിലപ്പം ഛർദ്ദിക്കാൻ പോകുമ്പോഴത്തെ ടെൻഡൻസി ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അറിയാൻ പറ്റും ഒരു എനർജി ഫീൽ, അങ്ങനെയൊക്കെ അറിയാം. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം, ശാരീരിക അസ്വസ്ഥതകളിലൂടെ അറിയാം. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ട് ചെയ്യേണ്ട ചില പ്രാർത്ഥനയും കാര്യങ്ങൾ ഞാൻ തന്നെ പ്രാർത്ഥിച്ച് ഒറ്റയ്ക്ക് ധ്യാനിച്ച് തന്നെ അത് വിട്ടുപോകും. കാര്യം അവർ നമ്മളെ ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഇങ്ങനെയുള്ള ഈ ദുർസാധനങ്ങളിൽ നിന്നെല്ലാം ആൾക്കാരെ വിടിവിച്ച് ഈ ഉള്ളിലുള്ള ഈ ചൈതന്യത്തിലൂടെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഈ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ പറയുന്ന ആ സങ്കല്പത്തിലോട്ട് ഒരു മനുഷ്യൻ വരുന്നതാണ് ഇവർക്ക് തടസ്സം. അല്ലാതെ ഏത് ശക്തിയുടെ പുറകെ പോയാലും അവർക്ക് വിഷയമല്ല. പക്ഷെ ഇത് ഒരു വ്യക്തി തിരിച്ചറിയരുത്, സ്വയം അവനിൽ ഈശ്വരനുണ്ടെന്ന് ആരും തിരിച്ചറിയരുത്. ഇതാണ് ഇവർ തടസ്സം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ ഓടണം, ആ അമ്പലത്തിൽ പോകണം, അവിടെ പള്ളിയിൽ പോകണം, അവൻ്റെ പുറകെ പോകണം, ഇവൻ്റെ പുറകെ പോകണം, അതൊന്നും ഇവർക്ക് വലിയ വിഷയമൊന്നുമില്ല. കാരണം എങ്ങനെയൊക്കെ ഓടിയാലും ഇവ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയും ചെയ്യും. കറക്റ്റ് വഴിയിൽ എത്തിയില്ലല്ലോ. പക്ഷെ കറക്റ്റ് വഴിയിൽ ഒരാളെ എത്തുന്നു അല്ലെങ്കിൽ എത്തിക്കുന്നു എന്ന് കാണുമ്പം അവിടെ ഇവർക്ക് തടസ്സം വരും, ശല്യം നമ്മളെ തടസ്സപ്പെടുത്താൻ വരും. അതിനെ ജയിക്കണം എന്ന് എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ ഉള്ള തടസ്സങ്ങൾ അത്രയും ഇവരാണ്. കൂടുതൽ ആൾക്കാർ സംശയം വിളിച്ചു വയ്ക്കുകയും കൂടുതൽ ആൾക്കാർ അനുഭവങ്ങൾ കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ചില തടസ്സങ്ങൾ വരും. അതിനെ ഞാൻ തന്നെ പ്രാർത്ഥിച്ച് ക്ലിയറായി എടുക്കണം. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അത് ഈ ശരീരം വിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകണം. ഇല്ലെങ്കിൽ ഞാൻ പറയല്ലോ, സത്യയുഗം ആകുമ്പോഴേക്ക് ഈ നെഗറ്റീവ് ശക്തികളെല്ലാം ദൈവം തന്നെ എല്ലാത്തിനെയും ബ്ലോക്ക് ചെയ്യും. അസുര ശക്തികളെയും ഈ നെഗറ്റീവ് ശക്തികളെയും ദുർമൂർത്തികൾ ഇതെല്ലാത്തിനും ദൈവം ബ്ലോക്ക് ചെയ്യും. ദൈവം തന്നെ പൂട്ടും. കാരണം ദേവാസുര ഒരു യുദ്ധം നടക്കണുണ്ട് മറ്റു ഡയമെൻഷനിൽ. അതിൽ ദേവന്മാർ ജയിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വിഷയം വരില്ല. അന്ന് ഭൂമിയിൽ നിൽക്കുന്ന ഈ സത്യയുഗം എന്ന് പറഞ്ഞ് ഈ തലത്തിൽ നിൽക്കുന്ന ആർക്കും ഈ ശല്യങ്ങൾ കുറേ നാളത്തെ കാണില്ല. കാരണം ഈ നെഗറ്റീവ്സുകളില്ല, എല്ലാത്തിനെയും തോൽപ്പിക്കും. ഈ തോൽക്കുന്നത് വരെ നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുമോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുരണ്ടാൻ വന്നുകൊണ്ടേയിരിക്കും. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഈ പ്രപഞ്ച രഹസ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ച രഹസ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ 3 ഡയമെൻഷനിലാണ് നമ്മുടെ കപ്പാസിറ്റി. അതിനകത്തുള്ള ടെക്നോളജി മാക്സിമത്തിൽ നമ്മൾ എത്തുക, അതെല്ലാം രഹസ്യത്തിൽ കിടക്കുകയാണ്. ഇപ്പോൾ ആദ്യകാലത്ത് ഒരു മനുഷ്യനെ ഇറക്കുന്നു. ഈ മനുഷ്യനെ വരുമ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചോളണം ഈ ഭൂമിയിലല്ല മനുഷ്യൻ ആദ്യം ഉള്ളത്. പ്രപഞ്ചത്തിൽ ഇതേപോലെ ഭൂമിമാർ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യനെ ജനിപ്പിക്കുമ്പോൾ ഈ ഭൂമിയിൽ തന്നെ ഈ രഹസ്യം വെച്ചിട്ടുണ്ട്, ഇവിടെ ഉണ്ടത്. എന്നിട്ട് യവൻ അല്പ മറ്റ് ശക്തികളിലൂടെ ഈ രഹസ്യം ഇങ്ങനെ അല്പമൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ കിട്ടുന്ന കാര്യം വെച്ച് അവൻ്റെ സ്വതന്ത്ര ബുദ്ധിയാൽ അവനെ അത് വികസിപ്പിച്ചെടുക്കണം. അതാണ് ഈ ടെക്നോളജി. ഇത് ദൈവത്തിൽ നിന്ന് വരുന്ന അദൃശ്യ ശക്തികളിലൂടെ വരുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഇതാണ്. ദൈവം തന്നെയാണ് അവന് മനസ്സിലൂടെ, ഞാൻ പറയില്ലേ, തോന്നലിലൂടെ ഇട്ടുകൊടുക്കുന്നതല്ലേ അദൃശക്തികളാണ്. പക്ഷേ ഇവിടെ കുഴപ്പമെന്ന് വെച്ചാൽ അസുരന്മാർ വന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 10ാം ക്ലാസ്സിലെ ബുക്ക് എടുത്ത് വെച്ച് പല പടങ്ങളും കാര്യങ്ങളും കാണിച്ച് പഠിപ്പിച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഉദാഹരണത്തിന് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൊച്ചു പിള്ളേരെ വിളിച്ചിട്ട് മക്കളുണ്ടാകുന്നത് എങ്ങനെ എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ പിള്ളേർ എന്തിരിക്കും?
ഇതേപോലെ അറിയേണ്ട സമയത്ത് അറിയേണ്ടതായി വെച്ചിരുന്ന പല രഹസ്യങ്ങളും ഈ നെഗറ്റീവ് ശക്തികൾ വന്ന് മനുഷ്യർക്ക് നേരത്തെ അങ്ങ് പഠിപ്പിച്ചു കളഞ്ഞു. ഇതാണ് ഒരു പ്രശ്നം പറ്റിയത്. ഇതെല്ലാം കള്ളമല്ല, ഇതെല്ലാം സത്യം തന്നെ. ഈ ചക്രാസ് ഇതെല്ലാം ആവശ്യമാണ്, ഇതൊക്കെ സമയാസമയം നടക്കേണ്ട കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയും അത് ഒപ്പിക്കാം എന്ന് ഈ നെഗറ്റീവ് ശക്തികളാണ് വന്ന് പഠിപ്പിച്ചു കൊടുത്തുള്ളത്. അപ്പം ഇല്ലാത്ത കാര്യമല്ല, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പഠിപ്പിച്ച് കാശ് വാങ്ങിക്കുന്ന ഒരു നെഗറ്റീവ് ശക്തി, നെഗറ്റീവിൻ്റെ അത് അല്ലെങ്കിൽ ഒരു കാശ് ഇങ്ങനെ പഠിപ്പിച്ച് കാശ് വാങ്ങിച്ചിരിക്കില്ല. ഈ ആത്മീയം എന്ന് പറയണത് ഭൗതികം ഉപേക്ഷിക്കുന്നതിൻ്റെ സാധനമാണ്. അപ്പോൾ ഞാൻ തന്നെ ഇതെല്ലാം 2-3 പ്രാവശ്യം എൻ്റെ ജോലിയും കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഏതെങ്കിലും അമ്പലത്തിൽ പോയി വെറുതെ ഇരിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിയവനാണ് ഞാൻ. എൻ്റെ ദൈവം പറഞ്ഞ് നീ അത് ചെയ്യരുത്, നിൻ്റെ ജോലി അതല്ല, നീ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഭൂമിയിലൊരു സത്യയുഗമുണ്ട്, അവിടെ ഉയർച്ചയുണ്ട്, സമ്പത്തുണ്ട്, ഇതെല്ലാം ദൈവം തരും. പക്ഷേ അത് ആത്മീയമായി വളർന്ന് വേണം നേടാൻ. അത് നീ നേടിയിട്ട് നീ നേടിയ വശങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് തന്നെയാണോ നമ്മുടെ ഗുരുക്കന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു? അല്ലല്ല, അവർക്ക് സത്യയുഗത്തിലേക്കുള്ള കാര്യങ്ങൾ ഇല്ല. സത്യയുഗത്തിലേക്കുള്ള കാര്യങ്ങൾ ഈ 2012-13 ശേഷം ഇപ്പോൾ ഉള്ള ഗുരുക്കന്മാരിലൂടെയാണ് ദൈവം ഇത് തുറന്നു വെച്ചു കൊടുക്കുന്നത്. ഇപ്പോഴാണ് ഇത് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ച സത്യത്തിൻ്റെ രഹസ്യം പറഞ്ഞുതരാം. അത് നമ്മൾ മാറ്റർ മാറിപ്പോയി. അപ്പോൾ ഇത് ഈ 3 ഡയമെൻഷനിലുള്ള രഹസ്യങ്ങളെ മാക്സിമം ആവുക. ആയി കഴിയുമ്പോൾ മനുഷ്യൻ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അടുത്ത ഗ്രഹങ്ങളിലേക്ക് എത്തുന്ന ലെവലിലേക്ക് അവൻ ടെക്നോളജി വികസിപ്പിക്കും. അപ്പം അവൻ മറ്റ് ഡയമെൻഷനിലോട്ടുള്ള അറിവ് കിട്ടാൻ തുടങ്ങി. ഇത്ര മതി ഒരു മനുഷ്യന്.